സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന 40 ചെറിയ വാക്യങ്ങളാണ്. നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗം വരുന്നതായിരിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ കമൻറ്റിൽ കുറച്ച് വാക്യങ്ങൾ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കമൻറ്റിൽ എഴുതുക. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. ഐ ഹാവ് 2 daughters. അവൾ വന്നോട്ടെ. ലെറ്റ് ഹെർ കം. അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീസ് കുക്കിംഗ്. അത് തയ്യാറായോ? ഈസ് ഇറ്റ് റെഡി? എനിക്ക് ഉറപ്പില്ല. ഐ എം നോട്ട് ഷുവർ. ഞാൻ നോക്കട്ടെ. ലെറ്റ് മീ ചെക്ക്. ബിരിയാണി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണി ഈസ് ഗെറ്റിംഗ് റെഡി. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പാസീവ് വോയിസ് ആണ്. കാരണം എന്താണ്? ഇവിടെ പ്രധാനപ്പെട്ടത് ആരാണ് തയ്യാറാക്കുന്നതിനുള്ള പ്രാധാന്യം. ഇവിടെ ബിരിയാണി തയ്യാറായോ എന്നുള്ളതിനാണ് പ്രാധാന്യം. അതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പാസീവ് വോയിസ് ആണ്. നമ്മൾ 2 ചാപ്റ്റർ പാസീവ് വോയിസിൻ്റെ ചെയ്തതാണ്. ബിരിയാണി ഈസ് ഗെറ്റിംഗ് റെഡി. അത് മതി. ദാറ്റ് വിൽ ഡു. അതിൻ്റെ മൂട ഇങ്ങോട്ട് എടുത്തേ. നമ്മളിപ്പോൾ എന്തെങ്കിലും ചെമ്പിൻ്റെ അതിൻ്റെ മൂട ഇങ്ങോട്ട് എടുക്കാൻ പറയരുത്. എൻ്റെ അടപ്പ്. പ്ലീസ് ഓപ്പൺ ദ ലിഡ്. എനിക്ക് മനസ്സിലായി. ഐ ഗോട്ട് ഇറ്റ്. അല്ലെങ്കിൽ ഐ അണ്ടർസ്റ്റുഡ്. അതെവിടെയാണ്? വേർ ഈസ് ഇറ്റ്? അതെന്താണ്? വാട്ട് ഈസ് ഇറ്റ്? ആ ബോക്സിൽ എന്താണ്? വാട്ട് ഈസ് ഇൻസൈഡ് ദിസ് ബോക്സ്? അത് നല്ല വൃത്തിമനയായിട്ടാണോ ഇരിക്കുന്നത്? Is it clean and tidy? ആരും മേടിക്കാൻ മറക്കരുത് കേട്ടോ. Don't forget to buy milk. കൂടുതലൊന്നുമില്ല. Nothing much. ഇപ്പൊ പോരുത്. മഴ പെയ്യുന്നുണ്ട്. Don't go now. It's raining. എനിക്ക് തോന്നുന്നു ഇപ്പൊ മഴ പെയ്യുന്നു കേട്ടോ. I think it's about to rain. ഞാൻ കടുകാപ്പ് കുടിച്ചു. I had black coffee. ഇനിയിപ്പോൾ ഞാൻ കടും ചായ കുടിച്ചെന്ന്. I had black tea. അവൻ നിന്നെ വിളിച്ചായിരുന്നോ? Did he call you? ഞാൻ നിന്റെ പേന ഒന്ന് എടുത്തോട്ടെ. Can I borrow your pen? അവൻ അവിടെ ഉണ്ടോ? Is he there? ഈ സിനിമ ഒരു രസമില്ല. This movie is boring. അത് ശരിയാ. That's right. നീ എന്നെ എന്തിനാണ് ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? Why are you staring at me? എനിക്കതൊന്നൊരു വിഷയമല്ല കേട്ടോ. I don't care. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം. I don't mind. എൻ്റെ കൂടെ ഇങ്ങ് വന്നേ. Please come with me. നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. Don't be shy. ഞാൻ അവനോടൊന്നും പറഞ്ഞിട്ടില്ല. I didn't say anything to him. ഇത് കണ്ടോ? Look at this. നമ്മൾ വീട്ടിലൊക്കെ അമ്മമാരൊക്കെ പറഞ്ഞാൽ ഇത് കണ്ടോ? നോക്കിയേ. Look at this. അത് ഒരുപാട് കൂടുതലാണ് കേട്ടോ. It's too much. ഇതെങ്ങനെയുണ്ട്? How is it? ഞാൻ പറയുന്നത് കേട്ടെ. Listen to me. ഞാനൊന്ന് പറഞ്ഞോട്ടെ. Let me speak. മഴ പെയ്യുമോ? Will it rain? എനിക്ക് ഇപ്പം പോകണം. I have to go now. നിർബന്ധത്തിനാണ് have to ഉപയോഗിക്കുന്നത്. I have to go now. പേടിക്കേണ്ട കാര്യമൊന്നുമില്ലേ. No need to worry. ഞാനല്ല അത് ചെയ്ത. I didn't do that. അത് ശരിയാ. That's right. ആരാ നിന്നോടത് പറഞ്ഞത്? Who told you that? അപ്പോൾ നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ കമൻറ്റിൽ താഴെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ. നിങ്ങൾ അത് ഇംഗ്ലീഷിലാക്കി എഴുതുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.